ഇവിടെ ഒരു സംഭവം കാണുന്നില്ല. ഞാനിത് ശരിക്കും കണ്ടില്ല കേട്ടോ. എന്താ കഴിച്ച ഒരു വണ്ടീന്റെ അടി കാണുന്നത്. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളൊരു വളവിലെത്തിയേക്കുവാണ്. കോഴിക്കോട്. ഞങ്ങള് കോഴിക്കോട് പോകുന്ന വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ഒന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ലക്കടി ചുണ്ടാലേ അപ്പൊ പയ്യു ഞങ്ങളോട് മിണ്ടാണ്ടായോണ്ട് ഓള് ഇതില് വരൂല. കേക്കായിരിക്കും. വിശക്കുന്നു ഗൈസ്. പയ്യു മുട്ടയും തിന്ന് പോയതാ. അതാണ് മക്കളെ ആന വണ്ടി. നല്ല രസമല്ലേ കാണാന്, കാണാന് രസ. കൊടുക്കടിപ്പോലേക്കാണ് ഇവിടെ നീലയും കോഴിക്കോട് വരെ ഉണ്ടാവും. നോക്കാം, കോഴിക്കോട് വരെ നമ്മളിന്റെ വീട്ടില് പോവാ. അപ്പൊ നമ്മൾ അങ്ങനെ കൽപ്പറ്റ കൈനാട്ടി. ബൈപ്പാസ് റോഡ്. ബൈപ്പാസ് വാങ്ങിയിട്ട് നമ്മളെവിടെ പോയി വരുമ്പോ വാങ്ങിയത്. വാങ്ങിയിട്ട് എന്നാലും ശ്രദ്ധിക്കില്ല രാത്രിയെല്ലാം. ഇത് ഇവിടെ നല്ലൊരു പാർക്ക് ഉണ്ട് കേട്ടോ, ഷെയ്ഡ് ഹെർബൽ പാർക്ക്. ഞാനിവിടെ വന്നിട്ടില്ല. പക്ഷെ ആദ്യമായിട്ട് നടക്കാൻ പഠിച്ച ഇവിടുന്ന്. ഇവിടെയാണ് നമ്മളെ എസ്തർ അനിൽ അനുസിത്താരൊക്കെ പഠിച്ച സ്കൂളാണ് കേട്ടോ. ഓല് കാണുന്നുണ്ട്, കമന്റ് ചെയ്യണേ. ഞാൻ പഠിച്ച സ്കൂളാണ്. എസ്തർ അനിൽ ആരാ പറഞ്ഞാല് ദൃശ്യം സിനിമയില്ലേ അയിത്ത ചെറിയ കുട്ടിയാണ് എസ്തർ അനിൽ. ആ മല ഇപ്പൊ നമ്മളെ അതിന്റെ അപ്പുറത്തെ സൈഡാണ് ആ കാണുന്ന മലാന്റെ അപ്പുറത്തെ സൈഡിലാണ് വയനാട് ദുരന്തം ഉണ്ടായത്. നമ്മളെ ചൂരൽമല വരുന്നത് ആ മലേന്റെ അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ. ആ മലേന്റെ അപ്പുറത്തെ സൈഡിലാണ് ആ മലനിരകളിലാണ് ഇതൊക്കെ ഉള്ളത്. അജ്മി വണ്ടി, അജ്മീന്റെ പുട്ടുപൊടി വണ്ടി. പുട്ടുപൊടി മാത്രമൊന്നല്ല, അജ്മീന്റെ മസാല വണ്ടി, അജ്മീന്റെ എല്ലാം ഉള്ള വണ്ടിയാണ്. അജ്മീന്റെ ഡ്രൈവറും ഇവിടെ എന്താ പ്രത്യേകത? ഇവിടെ എന്താ മല ഇതാ ഗായ്സ്. നമ്മളെ കസ്റ്റഡിയിലാന്ന് നാട്ടില് വലിയ വലിയ നമ്മളീ മറ്റേ കൊച്ചിയൊക്കെ പോയാൽ കാണുന്ന വലിയ അപ്പാർട്ട്മെന്റ് ഒക്കെ ഇല്ലേ, അത് ഇവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ വയനാട്ടിൽ. ഇവിടെ മാത്രമല്ല വേറെ ഡൽഹിയിലുണ്ട് അപ്പാർട്ട്മെന്റ് ആയിട്ട്. ഒന്ന് ഇത്, പിന്നെ കുറച്ചപ്പുറത്ത് ടവറല്ല, ബിൽഡിംഗ് ടവേഴ്സ് അല്ലേ വയനാട്ടിലേക്ക്. പിന്നെ ഇപ്പൊ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവല്ലോ, ഈ പിന്നെ തിരുവനന്തപുരത്തു നിന്നോ തൃശ്ശൂരിൽ നിന്നോ അതേപോലെ എറണാകുളത്തു നിന്നൊക്കെ ആദ്യമായിട്ട് വയനാട് കാണാൻ വരുന്ന ആൾക്കാർ
ഫസ്റ്റ് തന്നെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ വയനാടിൻ്റെ ഏറ്റവും സൗന്ദര്യമുള്ള സ്ഥലത്തിലേക്കാണ് അവർ വരുന്നത്. അതെവിടെയാ? വയനാട് ചുരം കയറി കഴിഞ്ഞിട്ട് വയനാട് ചുരം വ്യൂ പോയിന്റ് ഇല്ലേ, അത് അവിടെയാണ് വയനാടിൻ്റെ എല്ലാ സൗന്ദര്യവും കിടക്കുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അത് കണ്ടിട്ടാണ് എന്താകുന്നത് വയനാട്ടിലേക്ക് വരുന്നത്. ഫസ്റ്റ് കാണുന്ന കാലാവസ്ഥ അനുഭവിച്ചിട്ടല്ല അറിയാം. Now we are in വൈത്തിരി town. ഒരു ഇംഗ്ലീഷ് അമേരിക്കയിൽ എന്താ ഞാൻ പറഞ്ഞ മറ്റൊരു ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിന് പേരുണ്ട്, പേരെല്ലാം SRTC. എടാ മോളെ പോകുന്ന കാണാൻ നല്ല രസമാണ്. നമ്മളെ മൈസൂരൊക്കെ വന്നിട്ടില്ല. ഇതാണ് പൂക്കോട് ലേക്കുള്ള റോഡ്. പൂക്കോടിലേക്കുള്ള ബഞ്ചി ജമ്പിക്കുന്ന സ്ഥലം. ഇതാണ് വയനാട് അൾട്രാ പാർക്ക് കേട്ടോ. അൾട്രാ പാർക്ക് കേരളത്തിന്റെ മാപ്പ് എടുത്ത് ഇതാണ് വയനാട് ചുരം. ഫേമസ് വയനാട് ചുരം. അതാണ് നമ്മൾ അത് ചുരത്തിലെത്തിയില്ലേ? എത്ര പെട്ടെന്ന് അതൊക്കെ അതെല്ലാം എടുക്ക്. ആ ബസ് പോകാൻ നോക്ക്. അതൊക്കെ അതൊക്കെ സൂം ചെയ്യാ. ആ ബസ് വളക്കുന്ന എടുക്ക്. അപ്പൊ ഞങ്ങള് കോഴിക്കോട് പോന്ന ഞങ്ങളുടെ യാത്രയിലെ വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഒന്നുമില്ല, വെറുതെ ചുമ്മാ. എന്തിനാ കോഴിക്കോട് പോന്നേ? വെറുതെ കോഴിക്കോട് പോന്ന ഐഫോൺ നല്ല എന്തിനാ പോന്നേ? ചെറിയൊരു ആവശ്യം അതിന് പോന്നെ. അപ്പൊ പോന്ന പോക്കില് കാണുന്ന കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് വീഡിയോ എടുക്കുമ്പോ സംസാരിക്കാനൊക്കെ വിഷയദാരിദ്ര്യങ്ങളെല്ലാം ഉണ്ടാവും. നമുക്ക് പരിചയമില്ലാത്തോണ്ട് ശരിയാകുമായിരിക്കും. അപ്പൊ ഉഷാറാക്കല്ലേ? ഉഷാറാക്കാം. ഇവിടെ നോക്കിയാലും മമ്മൂട്ടി തന്നെ, മമ്മൂട്ടി മാത്രം. ഒരു ഫോട്ടോ എടുക്കുമ്പോ ഒരു ഫോട്ടോ മമ്മൂട്ടി. അതാണ് അങ്ങനെ 9 ഹെയർ പിന്നുള്ള വയനാട് ചുരം. വയനാട്ടിൽ വരുന്നെങ്കിൽ ഇത് വയനാട് ചുരത്തിന് ഒരു വേറെ വൃത്തിയാണ്. ഇതൊരു അന്തർ സംസ്ഥാന പാതയത്. അതായത് കേരളത്തിൽ നിന്ന് രണ്ട് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ഒരു പാതയാണ്. അങ്ങനെ ഒരു പ്രത്യേകത. ഏതെല്ലാം പ്രത്യേകത? തമിഴ്നാട്, കർണാടക,
കർണാടക പിന്നെ ഏതൊക്കെ ജില്ലകളായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് വയനാട് ജില്ല? അറിയില്ല. അതിനാതെ കർണാടകത്തെ ജില്ല പഠിക്കണം. എന്നാല് അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. കർണാടകന്റെ 2 ജില്ലകളായിട്ട് വയനാട് ജില്ല അതിർത്തി പങ്കിടുന്നുണ്ട്. ഏത് അറിയാം? ഒന്ന് കൊടക് ജില്ല, കൂർഗ്. ഒന്ന് നമ്മളെ സ്വന്തം കൂർഗും പിന്നെ ചാമരാജനഗർ ജില്ലയാ. ചാമരാജനഗർ അതായത് നമ്മളെ ഗുണ്ടിൽപേട്ട് ചാമരാജനഗർ ഡിസ്ട്രിക്ട്. തമിഴ്നാട്ടിലെ ഒരു ജില്ലയായിട്ട് വയനാട് ജില്ല അതിർത്തി പങ്കിടുന്നുണ്ട്. ഏത് ജില്ല? അടുത്ത KSRTC അത് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് അക്ഷരം ഇംഗ്ലീഷ് ലെറ്ററിൽ L, I. നീലഗിരിയാണ്. അതായത് വയനാട് ജില്ല എത്ര ജില്ലയായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് ഇതില് അറിയാമോ? ജാതിക്ക് അറിയാം? അങ്ങനെ പറഞ്ഞിട്ട് ഏതൊക്കെ ജില്ലകളുമായിട്ട് വയനാട് ജില്ല ഞാൻ പറഞ്ഞുതരാം. ഏതൊക്കെ ജില്ല എന്നാണോ സംസ്ഥാനം എന്നാണോ? ഏതൊക്കെ ജില്ലകളുമായിട്ട് വയനാട് ജില്ല അതിർത്തി പങ്കിടുന്നു? കർണാടകയില് കൊടക്, ചാമരാജനഗർ, തമിഴ്നാട് നീലഗിരി, പിന്നെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, 6 ജില്ലകളായിട്ട് വയനാട് ജില്ല അതിർത്തി അറിയാം. ഈ വിവരം നിങ്ങൾക്ക് അറിയാനോ? ഇതിനു മുമ്പേ കിട്ടുക എനിക്കറിയില്ല. എനിക്ക് അറിയണമെങ്കിൽ ചോദിക്കണം. ഞാനെന്നാണ് പറയുന്നത്? ജാതി 7-ാം വളവിലില്ല. ആഫ്രിക്കൻ വനാന്തരങ്ങളിലൂടെ എന്ന് പറയുമ്പോൾ വയനാടൻ ചൊരാന്തരങ്ങളിലൂടെ ഞങ്ങളിങ്ങനെ യാത്ര തുടരുകയാണ്. തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക്, തിരുനെല്ലി അമ്പലത്തിലേക്ക്. ഇവിടെ ഒരു സംഭവം കാണുന്നില്ല. എന്താ ഇത് പറ്റിയേ? ഞാനിത് ശരിക്കും കണ്ടിട്ടില്ല കേട്ടോ. എന്താ കഴിച്ച ഒരു വണ്ടീൻ്റെ അടി കണ്ടു. ഇതിലൂടെ പോയാൽ തുഷാരഗിരി എക്കോ ടൂറിസം സെന്റർ. അപ്പൊ ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഹൗസ് വൈറ്റ് ഹൗസിലുള്ള ഫുഡ് എങ്ങനെ? അടിപൊളിയാ. അടിപൊളിയാ.
കഴിച്ച ഫുഡ് എങ്ങനെ ഉണ്ട് ഷാദി? അല്ലേ അപ്പൊ ഒന്നും പറയാനില്ല. വൈറ്റ് റോസ് ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാവും. എങ്ങനെ വന്നാലും ഇവിടെ ഒന്ന് ചവിട്ടി നിർത്താം. പുട്ടുവണ്ടി എന്തല്ലോ കേക്കേൻ്റെ മുന്നിലൊരു വണ്ടി, ബേക്കിലൊരു ക്രേറ്റ ഉണ്ട്, സൈഡിലൊരു ഹോണ്ട ഉണ്ട്. കുഴപ്പമില്ലാത്തൊരു ബ്ലോക്കില്ല. അപ്പുറത്ത് കൂടെ ബസ് പോകുന്നുണ്ട്, വണ്ടി ഓഫായി. സരോവരം പാർക്ക് ഇതാണ് എവിടെ കയറൂ? സരോവരം പാർക്കിലാ? അതുകൊണ്ട് ഫാമിലി ആയിട്ട് പോകാൻ പറ്റാത്തോണ്ട് ഫസ്റ്റ് ഉമ്മച്ചി, എന്റെ ഉപ്പച്ചി, എന്റെ ഇഞ്ഞി, എന്റെ കക്ക. അന്ന ലാസ്റ്റ് ആകണ്ട. വാ ശരി, വാ. ഇതെന്നാ എന്തോത്തിന്? നമ്മളടുത്ത് ഷാദി പനമരം പാലം പാലത്താണോ? അതെത്തി. പനമരം പാലം. പനമരം അപ്പൊ ഇന്നത്തെ വീഡിയോയില് കാര്യമായിട്ടൊന്നുമില്ല, ഒരു വെറുതെ എടുത്തോന്നേ ഉള്ളൂ. ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. വെച്ചാ ശരി. ബൈ ബൈ, ഗുഡ് ബൈ, ടാറ്റാ, ബൈ ബൈ, ഗുഡ് ബൈ.